തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്ന സംഘപരിവാർ വംശീയ അജണ്ടയുടെ നടത്തിപ്പുകാരായി CPM മാറിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു. മലപ്പുറം ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ വർഗീയ ചാപ്പകുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുകയും ആരെല്ലാം ചാപ്പകുത്തിയാലും സാമൂഹ്യനീതിയുടെ പോരാട്ടത്തിനു വേണ്ടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിനെ പ്രതിരോധിക്കുവാൻ സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെട്ടതിൻ്റെതാണ് തൃശ്ശൂരിൽ കണ്ട ഉദാഹരണമെന്നും സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരുന്ന നിലയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്നും റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു. കോട്ടക്കൽ, പറങ്കിമൂച്ചിക്കൽ, ഉസ്മാൻ, പാണ്ടിക്കാട് നഗറിൽ ആരംഭിച്ച വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ വോട്ടുകൾ കൊണ്ടാണത്രേ അവിടെയുള്ള UDFന്റെ കാൻഡിഡേറ്റ് ജയിച്ചത്. വർഗീയ വോട്ട് കൊണ്ട്, വിഭാഗീയ വോട്ട് കൊണ്ട് ജയിക്കേണ്ടത് BJP അല്ലേ എന്ന ജനത ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ CPMന്റെ എന്നത് കുറെ കാലമായി സംഭവിക്കുന്നത്. പുളിക്കൂന്ന് തീരുമാനിച്ചാൽ ആ പുള്ളിയുടെ മുമ്പിൽ നിങ്ങളുടെ വിദ്വേഷം വർദ്ധിക്കുകയല്ലാതെ ഈ കേരളത്തിന്റെ മുമ്പിൽ ഒരു ജനകീയ മുന്നേറ്റത്തെ തടുത്ത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറം ജില്ലയിലെ ഈ സമ്മേളനത്തിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ വല്ലാത്ത ദേഷ്യത്തോടു കൂടെയാണ് ഈ ജില്ലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്രമേൽ ദേഷ്യം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചത്. നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ, സാമൂഹ്യനീതി രാഷ്ട്രീയത്തെ മൂവർണ്ണക്കൊടിയിൽ ആവാഹിച്ച് നെഞ്ചിൽ ചേർത്ത് ഞങ്ങൾ വിളിക്കും. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ചങ്കിൽ ഉറച്ച് ഞങ്ങൾ വിളിക്കും. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ആറു പതാകെ പറക്കു പതാകെ, വാനിലുയർന്ന് പറക്കു പതാകെ, ക്ഷേമത്തിന്റെ ഹരിതക്കളറും ശാന്തി പടർത്തും ധവളിമയും വിപ്ലവത്തിൻ ശോണിമയും ചേർന്ന് കെട്ടിയ മൂവർണ്ണക്കൊടി വാനിലുയർത്തി ഞങ്ങൾ വിളിക്കും. വാനിലുയർത്തി ഞങ്ങൾ വിളിക്കും. വെൽഫെയർ പാർട്ടി, വെൽഫെയർ പാർട്ടി. പാറു പതാകെ പറക്കു പതാകെ, പാറു പതാകെ പറക്കു പതാകെ, വാനിലുയർന്ന് പറക്കു പതാകെ. ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ്, സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി, സംസ്ഥാന സമിതി അംഗം ബിനു വയനാട്, ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ എന്നിവരോടൊപ്പം വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികളും സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വട്ടം സ്വാഗതവും ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടക്കും. സാമൂഹിക പുരോഗതിയും രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രാമാണിക ചർച്ചകൾക്ക് വേദിയായ ഈ സമ്മേളനം മാറും. പുതിയ ജില്ലാ ഭാരവാഹികളെ സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.